എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ശബ്ദം ഒരുവിധം ശരിയായി വന്നതാണേ. ഞായറാഴ്ച വീണ്ടും പോയി മഴ നനഞ്ഞു, അതോടെ ശബ്ദം വീണ്ടും കുഴപ്പമായി. ഒരുവിധം മാറി വന്നായിരുന്നു. എൻ്റെ കയ്യിലിരിപ്പ് തന്നെയാണ് കുഴപ്പം. അപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മാക്സിമം ശബ്ദത്തിൽ പറയുകയാണേ. അപ്പോൾ ഇന്നത്തെ റീഡിങ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പേഴ്സൺ ധൈര്യം സംഭരിച്ച് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും പറയുന്നത്? ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുക. നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലായിരിക്കാം, പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ട്, ഇഷ്ടമാണെന്ന്, ആ ഒരു സിറ്റുവേഷൻ ആണെന്ന് തന്നെ ഇരിക്കട്ടെ. ഏത് സിനാറിയോയിലാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അത് ഓപ്പണായിട്ട് പറയാൻ പറ്റിയാൽ എന്തായിരിക്കും അവർ നിങ്ങളോട് പറയുന്നുണ്ടാവുക എന്ന് നമുക്ക് നോക്കിയാലോ, അല്ലേ? ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ടുകളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്, കേട്ടോ? അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായും കോൺടാക്ട് ചെയ്തോളൂ. പേഴ്സണൽ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കേട്ടോ? വേറെ ഒന്നുമില്ല, റീഡിങ്ങിലേക്ക് പോകാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ധൈര്യം സംഭരിച്ച് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എൻ്റെ വ്യൂവേഴ്സിനോട് തുറന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും പറയുണ്ടാവുക എന്നൊന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ധൈര്യം സംഭരിച്ച് കുറേ കാര്യങ്ങൾ എൻ്റെ വ്യൂവേഴ്സിനോട് തുറന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവർ പറയേണ്ടാവുക? വാട്ട് വുഡ് ദേ ഡിസ്ക്ലോസ്? Words. Ace of Wands, Four of Wands, Four of Pentacles, Devil, Magician, Four of Cups, Seven of Cups, Knight of Swords, Eight of Wands. അതാണ് രണ്ട് കാർഡ് വന്ന് ക്വീൻ ഓഫ് വാൻഡ്സ് ആൻഡ് 10 ഓഫ് സ്വാർഡ്സ്. ബോട്ടം ഓഫ് ദി ഡെക്ക് 9 ഓഫ് കപ്സ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഞാനിപ്പോൾ കാർഡ് പറഞ്ഞ് നിങ്ങൾക്ക് തന്നെ ഏകദേശം അറിയുണ്ടാവും, അല്ലേ? ആദ്യമായിട്ട് അവർ എന്തായിരിക്കും പറയുണ്ടാവുക? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടേത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്ന് ഫീൽ ചെയ്യുന്നു എന്ന് പറയും. ആദ്യമായിട്ടല്ല നിങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത്. ഇതിനു മുന്നേ എപ്പോഴൊക്കെയോ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ട്. ഈ ജന്മത്തിൽ അല്ലെങ്കിൽ ഇതിനു മുന്നേ ഉള്ള ജന്മത്തിൽ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ട് എന്ന് അവർ പറയും, കേട്ടോ? രണ്ടാമത് നിങ്ങളുമായിട്ടൊരു റൊമാൻറ്റിക് ബിഗിനിങ് വേണം എന്നവർ പറയും. നിങ്ങളുടെ അടുത്ത് ഒരു ഇഷ്ടമുണ്ട്, അത് പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിൽ അവർ നിങ്ങളുടെ അടുത്ത് പറയും, കേട്ടോ? പിന്നെ ഒരു ലവ് പ്രപ്പോസൽ അല്ലെങ്കിൽ വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് തന്നെ അവർ നേരിട്ട് പറയും. ഓക്കെ, നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ലൈഫ് ലോങ് മുന്നോട്ട് കൊണ്ടുപോകണം, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്നവരാഗ്രഹിക്കുന്നു എന്ന് പറയും, കേട്ടോ? നിങ്ങളെ പ്രതി പൊസസീവാണ്, പ്രൊട്ടക്റ്റീവാണ് എന്നും പറയും. നിങ്ങളെ മറ്റാരും നോക്കുന്നത് അവർക്ക് ഇഷ്ടമില്ല, നിങ്ങൾ മറ്റാരോട് സംസാരിക്കുന്നവർക്ക് ഇഷ്ടമില്ല എന്ന് ഓപ്പണായിട്ട് പറയും, കേട്ടോ? ഇപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, നിങ്ങൾ മറ്റാരോടെങ്കിലൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ ഇവർ ദൂരെ മാറി നിന്ന് നിങ്ങളെ ഇങ്ങനെ ഒരുമാതിരി നോക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും ഇവർക്ക് കുറച്ച് പൊസസീവ് ആണല്ലോ എൻ്റെ കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട്, കേട്ടോ? അതവർ ഓപ്പണായിട്ട് പറയും. പിന്നെ എന്താ പറയുക, ഒരു ഒബ്സഷൻ ലെവൽ ഓഫ് അട്രാക്ഷനാണ് നിങ്ങളുടെ അടുത്ത് ഉള്ളത് എന്നും അവർ നിങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് പറയും, കേട്ടോ? അവർക്ക് നിങ്ങളുടെ അടുത്ത് ഫിസിക്കൽ അട്രാക്ഷനും തോന്നാറുണ്ട്, ആ കാര്യവും അവർ തുറന്ന് പറയും. ഓക്കെ, നിങ്ങളുടെ ഓൾറെഡി റിലേഷൻഷിപ്പിലാണെങ്കിൽ അവരൊരു പക്ഷേ ഇൻറ്റിമസി ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, അത് നിങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് തുറന്ന് പറയും, കേട്ടോ? അടുത്തിടപഴകണം എന്നുള്ള രീതിയിൽ പറയാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവരെന്ത് ചെയ്യുമ്പോഴും നിങ്ങളെപ്പറ്റി തന്നെ ചിന്തകൾ മനസ്സിൽ കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവർക്കത് ടോട്ടലി ഡിസ്ട്രാക്റ്റഡായി പോവുകയാണ്. ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലും നിങ്ങളുടെ അടുത്ത് പറയും, കേട്ടോ? നിങ്ങളെ കാണാതിരിക്കുമ്പോൾ, നിങ്ങൾ അടുത്തില്ലാതിരിക്കുമ്പോഴെല്ലാം
വല്ലാതെ മിസ്സ് ചെയ്യാറുണ്ട് നിങ്ങളെ എന്നും അവർ പറയും. ഓക്കെ, അതുപോലെ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയാണ്. മനസ്സ് പാളിപ്പോകുന്ന ഒരവസ്ഥ, ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ അവർ സഫർ ചെയ്യുകയാണ് എന്നും നിങ്ങളുടെ അടുത്ത് പറയും. അതുപോലെ നിങ്ങളുടെ അടുത്തേക്ക് ഓടി എത്തണമെന്ന് അവർക്ക് തോന്നാറുണ്ട്. ലോങ് ഡിസ്റ്റൻസിലൊക്കെ ആണെങ്കിൽ അവർക്ക് തോന്നുന്നത് എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് ഓടി എത്തണം, ഒരു ക്വിക്ക് ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കണം എന്ന് അവർക്ക് അതിതീവ്രമായിട്ട് തോന്നാറുണ്ട്. മണിക്കൂർ കണക്കിന് നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിരിക്കണം എന്നും അവർക്ക് തോന്നാറുണ്ട്. ഒരുപാട് നേരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നിങ്ങളുമായിട്ട് എന്നുള്ള രീതിയിൽ. ഓക്കെ, അതുമാത്രമല്ല നിങ്ങളെ അവർ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നും അവർ നിങ്ങളുടെ അടുത്ത് പറയും. ഓക്കെ, കാരണം അവർക്ക് തനിയെ ഒന്നും ചെയ്യാൻ അറിയാത്തൊരവസ്ഥയിൽ കൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഒരുപാട് റെസ്പെക്റ്റാണ്, സ്നേഹമാണ്, അട്രാക്ഷനാണ്. നിങ്ങളാണ് അവരുടെ എന്താ പറയുക, ഒരു താങ്ങി നിൽക്കുന്ന ഒരു പില്ലറുണ്ടല്ലോ, അതാണ് നിങ്ങൾ. നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല ഒരു കാര്യത്തിലും. നിങ്ങളുടെ അഭിപ്രായം കൂടി ചോദിച്ചിട്ട് മാത്രമേ അവർ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അവരങ്ങനെ ഡിപ്പെൻഡൻ്റ് ആയിപ്പോയി നിങ്ങളുടെ മേലെ. അതുകൊണ്ട് നിങ്ങളെ വിട്ടുകളയാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ അവർ നിങ്ങളുടെ അടുത്ത് പറയും. നിങ്ങളുടെ ഒപ്പം ഒരു യാത്ര പോകാൻ അവർ ആഗ്രഹിക്കുന്നു എന്നും അവർ നിങ്ങളുടെ അടുത്ത് പറയും കേട്ടോ. ഇത് സ്വകാര്യമായ ആഗ്രഹമായിരിക്കാം, അങ്ങനെ അവർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഒപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം തനിയെ, മറ്റാരുമില്ലാത്തൊരു സ്ഥലത്തേക്ക് നിങ്ങളുമൊത്ത് കുറച്ച് ദൂരം ഒന്ന് യാത്ര പോയി ഇത്തിരി നേരം സംസാരിച്ചിരിക്കുക, ഒറ്റയ്ക്കിരിക്കുക എന്നുള്ള രീതിയിൽ അവരാഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങളോട് പറയും. നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. അവർ പൊതുവേ ഹാപ്പിയാണ് ലൈഫിൽ, പക്ഷേ നിങ്ങളും കൂടി ഉണ്ടെങ്കിൽ അത് ആ സന്തോഷത്തിൻ്റെ പാരമ്യത്തിൽ അവരെത്തും എന്നുള്ള രീതിയിലും അവർ നിങ്ങളുടെ അടുത്ത് പറയും. ഓക്കെ, കുറച്ച് കാർഡ്സ് കൂടെ എടുക്കാം. നിങ്ങൾ വന്നതിന് ശേഷം അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റി വന്നിട്ടുണ്ട്. അവർ എന്തെങ്കിലും രീതിയിൽ മാനസികമായിട്ടോ സാമ്പത്തികമായിട്ടോ കരിയർ വൈസോ എന്തെങ്കിലുമൊക്കെ അവർ തടസ്സങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറി ഇപ്പോൾ അവർ ഹാപ്പിയാണ്. നിങ്ങളെ കാണുന്ന മാത്രമല്ല അവർക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് ഫീൽ ചെയ്യുന്നത് എന്നും അവർ പറയാറുണ്ട്. നിങ്ങൾ കുറച്ച് എന്താ പറയുക, മിസ്റ്റീരിയസ് ആയിട്ട് ഒരു വ്യക്തിയാണെന്ന് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അതേപോലെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് അവർക്ക് വർക്ക് ചെയ്യാറുണ്ട് എന്നും അവർ നിങ്ങളുടെ അടുത്ത് പറയും. അതായത് നിങ്ങൾ പറയുന്നത് അവർക്ക് ബലിക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ അവർ നിങ്ങളുടെ അടുത്ത് പറയാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ മിസ്റ്റീരിയസ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഉള്ളിൽ എന്താണ്, നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് അവർക്ക് പിടികിട്ടിയിട്ടില്ല. അപ്പോൾ അത് അറിയണം എന്ന് ആഗ്രഹമുണ്ട്. അതായത് നിങ്ങളുടെ ഫീലിങ്സ് അവർക്കായിട്ട് എന്താണ് എന്നവർക്ക് പിടികിട്ടിയിട്ടില്ല. അതറിയണമെന്ന് ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിൽ അവർ പറയും കേട്ടോ. ഒരുപാട് കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പിക്ചർ അവർക്ക് വേണം കയ്യിൽ വെക്കാൻ, എപ്പോഴും കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് മെസ്സേജ് അയച്ചോട്ടെ അങ്ങനെയൊക്കെ അവർ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്തോട്ടെ, നിങ്ങളുടെ പിക്ചർ തരാമോ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കണക്റ്റഡ് ആവാമോ എന്നുള്ള രീതിയിലൊക്കെ അവർക്ക് ചോദിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അത് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. എന്നും കാണാൻ സാധിക്കുമോ എന്ന്, ഇനി എന്ന് കാണാൻ സാധിക്കും എന്ന് അവർ പറയും. നിങ്ങളെ അവർക്ക് വലിയ ഇഷ്ടമാണ്, നിങ്ങൾക്കും അവരെ ഇഷ്ടമാണെങ്കിൽ പതിവായി കാണാൻ സാധിക്കുമോ എന്നും അവർ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അതേപോലെ കുറച്ച് വാട്സുകൾ ഷഫിൾ ചെയ്യട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഷഫിൾ ചെയ്താലേ കറക്റ്റായിട്ട് കൂടുതലായിട്ട് നമുക്ക് കണക്റ്റ് ആവുള്ളൂ. നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാൻ ആഗ്രഹമുണ്ട് എന്നും അവർ പറയും. ഓക്കെ, ഒരു ഗിഫ്റ്റ് തന്നോട്ടെ. ഒരു പക്ഷേ ഒരു ബൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിങ്ങളെ കാണാൻ വരുമ്പോൾ ഒരു ഗിഫ്റ്റ്, അങ്ങനെ എന്തെങ്കിലും തന്നാൽ നിങ്ങൾക്ക് ദേഷ്യം വരുമോ, നിങ്ങൾ സ്വീകരിക്കുമോ എന്നവർ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ലവ് പ്രപ്പോസ് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. ആ ഗിഫ്റ്റിൽ കൂടി അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാനാണ് അവർ ശ്രമിക്കുക. ഓക്കെ, ലവേഴ്സ് ഞാൻ പറഞ്ഞു തരുന്നില്ല. സന്ദർഭം കിട്ടിയാൽ അവർക്ക് ധൈര്യം സംഭരിക്കാൻ പറ്റിയാൽ അവർ ഐ ലവ് യു എന്ന് പറയും. ഓക്കെ, അവർക്ക് നിങ്ങളെ ഒരുപാട് സ്നേഹമാണ്, നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിൽ അവർ പറയും കേട്ടോ. ഹെറോഫൻ്റ്, ഇത് രണ്ട് സിനാറിയോ നമുക്ക് എടുക്കേണ്ടി വരും. ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് അല്ലെങ്കിൽ
അവർ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്നു. വീട്ടിൽ കല്യാണം ആലോചിച്ച് വരട്ടെ എന്ന് ചോദിക്കും. രണ്ടാമത്തെ സിനാറിയോ, നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, പക്ഷെ അവർക്ക് നിങ്ങളോട് ഇഷ്ടമാണ്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മാരീഡ് ആയിരിക്കാം, പക്ഷെ അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട്. അപ്പോൾ അതവർ തുറന്ന് പറയും ധൈര്യം സംഭരിച്ച്, എൻ്റെ ലൈഫിൽ മറ്റൊരു വ്യക്തി ഉണ്ട്, പക്ഷെ നിങ്ങളെ ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ. ഇത് രണ്ടും ആയിരിക്കാം. ഓക്കെ, സിംഗിൾ ആണെങ്കിൽ നിങ്ങളെ ഒരു കുടുംബമാക്കാൻ ആഗ്രഹിക്കുന്നു എന്നായിരിക്കും. അവിടെ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ ആ മാരീഡ് സ്റ്റാറ്റസിനെ പറ്റിയിട്ട് അവർ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയും. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സ്റ്റാറ്റസ് ഡിഫറൻസസ് ഉണ്ടായിരിക്കാം, ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം. അതൊക്കെ അവർ തുറന്ന് പറയും. ഓക്കെ, ഇന്ന പ്രശ്നങ്ങളുണ്ട് റിലേഷൻഷിപ്പിൽ, അതെല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറാണല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് ചോദിക്കും. കേട്ടോ, നിങ്ങളുടേത് സ്കൂൾ കോളേജ് ടൈം തൊട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പോ ഒരു റിലേഷനോ ആയിരിക്കാം. ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം. അന്നേ ഉള്ളൊരു ഇഷ്ടമാണ്, അത് അവർ തുറന്നു പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞാൽ എല്ലാ സൗഹൃദം നഷ്ടമായി പോവോ എന്ന് പേടിച്ചിട്ട് അവർ പറഞ്ഞു കാണില്ല. പക്ഷെ ഇപ്പം നിങ്ങൾ കുറേ നാൾ കഴിഞ്ഞ് റീകണക്റ്റ് ആയതായിരിക്കാം. അപ്പോൾ അവർക്ക് ആഗ്രഹം, അവരുടെ മനസ്സിലുണ്ടായിരുന്ന സ്നേഹം നിങ്ങളുടെ അടുത്ത് തുറന്നു പറയണം എന്നൊരാഗ്രഹം അവർക്കുണ്ട്. അത് ധൈര്യം സംഭരിക്കാൻ പറ്റിയാൽ അവർ പറയും, പണ്ടേ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു, ഇപ്പോഴും ആ ഇഷ്ടം കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവർ തുറന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ ധൈര്യം സംഭരിച്ച് നിങ്ങളുടെ അടുത്ത് ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റിയാൽ അവർ പറയുന്നുണ്ടാവുക. ഓക്കെ, വേറെന്താണ്? ഡിവൈൻ ഗൈഡൻസ് നോക്കട്ടെ, കാരണം കുറേ നാളായി ഡിവൈൻ ഗൈഡൻസ് നോക്കിയിട്ട് അല്ലേ. അപ്പോൾ ഈ റീഡിങ്ങിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഡിവൈൻ ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഡിവൈൻ ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിവൈൻ ഗൈഡൻസ് ഫോർ മൈ വ്യൂവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരു ഗൈഡൻസ് കൊടുക്കുക. എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരു ഗൈഡൻസ് കൊടുക്കൂ. Nine of Wands, Death, Four of Swords, King of Pentacles, Page of Swords, Hermit, Knight of Swords, Page of Wands, Temperance. ഹീലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് ആദ്യമായിട്ട് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. നിങ്ങളിൽ പലരും പല തടസ്സങ്ങൾ റിലേഷൻഷിപ്പിൽ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പലർക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്, ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് കാണുന്നു, ടെമ്പററി സെപ്പറേഷനിലിരിക്കുന്നവരുമുണ്ട്, പെർമനൻ്റ്ലി സെപ്പറേറ്റായി പോയവരുമുണ്ട്. ഓക്കെ, പല സ്ഥലങ്ങളിൽ പലർക്കും റെസ്പോൺസിബിലിറ്റീസ് ഒരു വലിയ ഫാക്ടറായിട്ട് കാണുന്നു. ഓക്കെ, ഒന്നുകിൽ ഇവർ വർക്ക് ചെയ്യുന്ന സ്ഥലം, സ്ഥാപനം, അതേപോലെ ആ പൊസിഷൻ ഇവരെ 4 പേർക്ക് അറിയാം. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ബോധറേഷൻ, അല്ലെങ്കിൽ ഇവരുടെ ഫാമിലി ഇവരെ ടോട്ടലി ഡിപ്പെൻഡൻ്റ് ആണ്, അങ്ങനത്തെ സിറ്റുവേഷനും ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു സ്റ്റുഡൻ്റാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, റിസർച്ച് സ്റ്റുഡൻറ്റോ അല്ല കോളേജ് അങ്ങനെ എന്തെങ്കിലും പഠിക്കുകയായിരിക്കാം. ഓക്കെ, തടസ്സങ്ങളാണ് അവിടെ. തീർച്ചയായിട്ടും പാരൻസ് ഇപ്പോഴൊരു വിവാഹത്തിനൊന്നും സമ്മതിക്കില്ല അല്ലേ. അപ്പോൾ അങ്ങനെ പല സിറ്റുവേഷൻസിൽ പെട്ട് നിങ്ങളിൽ പലരും സ്ട്രെസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്ന ഒരു തടസ്സം. മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിൽ പലരും നിൽക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ഡിവൈൻ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ഗൈഡൻസ് എന്താണെന്ന് വെച്ചാൽ, ക്ഷമപൂർവ്വം കാര്യങ്ങൾ ഡീൽ ചെയ്യണം. അപ്പം എടുത്തു ചാടി കാര്യങ്ങൾ തീരുമാനിച്ചാൽ അത് സ്ട്രെസ്സിൽ മാത്രമേ അവസാനിക്കുകയുള്ളൂ. ഓക്കെ, ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഈ സിറ്റുവേഷൻസിനെ പറ്റി ആലോചിച്ച് സ്ട്രെസ്സായിട്ട് യാതൊരു കാര്യമില്ല അല്ലേ. ഒറ്റപ്പെട്ടിരിക്കുക, ഡിപ്രഷനിലേക്ക് പോവുക, അതൊന്നും ഇതിനൊരു പരിഹാരമല്ല. നമുക്ക് ചെയ്യേണ്ടുന്നത്, നിങ്ങൾ ടോട്ടലായിട്ട് സെപ്പറേറ്റഡ് ആണ്, ഇനി തിരിച്ചു വരാൻ സാധ്യതയില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അതിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ഹീലിംഗ് ചെയ്യുക, റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നാണ് ആദ്യത്തെ കാര്യം. ടെമ്പററി സെപ്പറേഷനാണെങ്കിൽ ആ സിറ്റുവേഷൻ മാറി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാമെങ്കിൽ വെയിറ്റ് ചെയ്യുക. അല്ല, ആ സിറ്റുവേഷൻ മാറില്ല എന്ന് നിങ്ങൾക്ക്
ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അതിനൊരു ക്ലോഷർ കൊടുത്തിട്ട് ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ്ങുമായിട്ട് മുന്നോട്ടേക്ക് പോവുക കേട്ടോ. അത് രണ്ടാമത്തത്. മൂന്നാമത്തത്, നിങ്ങൾ സ്റ്റുഡൻ്റാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പഠിപ്പിൽ ശ്രദ്ധിക്കൂ. ബാക്കി റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ അവിടെ വെയിറ്റ് ചെയ്യട്ടെ. പഠിത്തത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യൂ. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ പാരൻസിന് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്. അവർ നിങ്ങളെ പൈസ മുടക്കി പഠിപ്പിക്കുകയാണ്. അപ്പോൾ പഠിത്തത്തിലേക്ക് ശ്രദ്ധിക്കുക, അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതേപോലെ മറ്റ് തടസ്സങ്ങൾ, അതായത് ഒരു ഫാമിലി ഉണ്ട്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്ക് ഉണ്ട് എന്നൊക്കെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അത് മറന്നു പോകാതിരിക്കുക. ഒരു റിലേഷൻഷിപ്പ് വരുന്നോ വരാത്തതോ ഒക്കെ നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. പക്ഷേ അപ്പുറത്തെ സൈഡിലുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ, ആ റെസ്പോൺസിബിലിറ്റീനെ പാടെ അവഗണിക്കരുത് എന്നും ഡിവൈൻ പറയുന്നുണ്ട്. ഓക്കെ, ബാലൻസിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങളെ തന്നെ ബാലൻസ് ചെയ്യാനും നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് മനസ്സിലായില്ലേ. ഹീലിംഗ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചെയ്യുക, മെഡിറ്റേഷൻസ് ചെയ്യുക, പോസിറ്റീവ് അഫർമേഷൻസ് ചെയ്യുക. ഓക്കെ, സ്ട്രെസ്സായിട്ട് ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല, ഉറങ്ങാതെ എണീറ്റിരുന്നിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ കാര്യങ്ങൾ പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടുന്നത് പോസിറ്റീവ് അഫർമേഷൻസ്, മെഡിറ്റേഷൻസ്, ഹീലിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഹീലിങ്ങിന് പോവുക. അങ്ങനെ സ്വയം ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. സ്റ്റുഡൻസ് എസ്പെഷ്യലി പഠിത്തത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. അത് നെഗ്ലക്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ ഭാവിയാണ് അതിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തൽക്കാലം പഠിത്തത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക കേട്ടോ. ബാക്കിയെല്ലാം വെയിറ്റിങ്ങിലിരിക്കട്ടെ. മനസ്സിലായല്ലോ? ഇതായിരുന്നു ഡിവൈൻ ഗൈഡൻസ് നിങ്ങൾക്കായിട്ട് കേട്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, സോറി ശബ്ദം ഇപ്പോഴും പ്രശ്നം തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, അതേപോലെ കമൻറ്റും ചെയ്യാൻ മറക്കരുതേ. ലൈക്ക് ചെയ്താലേ ഹൈപ്പിൻ്റെ ഓപ്ഷൻ വരുള്ളൂ കേട്ടോ. അപ്പോൾ വേറെന്താണ്? വേറൊന്നുമില്ല. അപ്പോൾ എല്ലാവരും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.